ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ ലൈഫിലെ എല്ലാ സന്തോഷങ്ങളെയും ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും. മറ്റൊന്നുമല്ല, ഓവർ തിങ്കിങ്. അമിതമായിട്ട് ആലോചിച്ചു കൂട്ടുക, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുക. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ തുടങ്ങുന്നിടത്തല്ലായിരിക്കും അവർ അവസാനിപ്പിക്കുക. അതായത് ഒരു ചിന്തയിൽ ഇങ്ങനെ തുടങ്ങും, പിന്നീട് അത് ചിന്തിച്ച് ചിന്തിച്ച് എവിടേക്ക് എത്തുകയാണെന്ന് അവർക്ക് പോലും അറിയില്ലായിരിക്കും. അങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെയൊരു ചിന്തകളുടെ ലൂപ്പിൽ കിടക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നത് പലപ്പോഴും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങിയിട്ടായിരിക്കും അതൊരു ശീലമായിട്ട് മാറുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറുന്ന ഒരു സ്വഭാവം. ഓവർ തിങ്കിങ് എന്നാണ് നമ്മളിതിനെ പറയുക. ഒരാളോട് പറഞ്ഞ കാര്യം തെറ്റായിപ്പോയോ, അത് ശരിയായില്ല, അല്ലെങ്കിൽ നാളെ എനിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാസ്റ്റിൽ നടന്നൊരു കാര്യം ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാത്ത, അതായത് നിലവിൽ യാഥാർത്ഥ്യമല്ലാത്ത ഒരു കാര്യം മനസ്സിലിട്ട് ആലോചിച്ച് അത് ശരിക്കും ഒരു റിയാലിറ്റി ആക്കി മാറ്റുകയാണ് പലരും ചെയ്യുക. ഒരു ചിന്തയിൽ തുടങ്ങി പിന്നീടത് മറ്റൊരു ചിന്തയിലേക്ക് മാറി അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം മനസ്സ് പിടിവിട്ടു പോകുന്ന, തല പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എത്ര വലിയ ഓവർ തിങ്കിങ്ങിൻ്റെ ആളാണെങ്കിലും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2-3 മിനിറ്റ് മതി. പക്ഷേ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ ലൈഫിനെ സേവ് ചെയ്യാൻ പറ്റും. പലരും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിച്ച് അവസാനം ഒരു സൊല്യൂഷനിലേക്ക് എത്താം എന്നുള്ളതാണ്. ഓവർ തിങ്കിങ് കൊണ്ട് ഒരിക്കലും ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. നമ്മളുടെ ലൈഫിലുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്നോ നടന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക മാത്രമാണ് ഓവർ തിങ്കിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റ്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സമയമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആങ്സൈറ്റി കൂടാം, സ്ട്രെസ്സ് വരാം, പേടി തോന്നാം ജീവിതത്തിനോട് തന്നെ. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് കൂടുതൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, ഓവർ തിങ്കിങ് ചെയ്ത് കാട് കയറി പോകുന്ന ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നൊരു ടെക്നിക്കാണ്. ഗ്രൗണ്ടിങ് സിമ്പിളായിട്ട്. അപ്പോൾ എന്താണ് ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത്? അതായത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഒരു നിമിഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഗ്രൗണ്ടിങ്. കാരണം പലപ്പോഴും ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ ഒരു ഇമാജിനറി വേൾഡിലേക്ക്, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഇപ്പോഴത്തെ ഈ ഒരു റിയാലിറ്റിയിലേക്ക് തിരികെ വരും. ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്ക്. ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഓവർ തിങ്കർ ആണോ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ശരിക്കും റിയലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുകയും ചെയ്യും. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഞാനൊരു ഓവർ തിങ്കർ ആണ്, എനിക്കിതിൽ നിന്നും ഈ ഒരു ലൂപ്പിൽ നിന്നും രക്ഷപ്പെടണം. അപ്പോൾ ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളുടെ ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. 2-3 പ്രാവശ്യം നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായിലൂടെ ശക്തിയായി പുറത്തേക്ക് വിടുകയും ചെയ്യുക. മൂക്കിലൂടെ ശക്തിയായി ഉള്ളിലേക്ക് എടുക്കുക, വായിലൂടെ ശക്തിയായി പുറത്തേക്ക് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെസ്സ് നിങ്ങളുടെ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം നോർമലി നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരിക. ഫസ്റ്റ് വൺ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 5 കാര്യങ്ങളുടെ പേര് പറയുക. നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന 5 സാധനങ്ങളുടെ പേര് പറയുക. ചിലപ്പോൾ നിങ്ങളുടെ കർട്ടനാവാം, നിങ്ങളുടെ ജനലാവാം, നിങ്ങളുടെ ചുറ്റും എന്തെങ്കിലും ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കാം, ഫാനായിരിക്കാം, നിങ്ങളുടെ ഫോണായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു 5 കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പേര് നിങ്ങൾ അത്യാവശ്യം ഉച്ചത്തിൽ തന്നെ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിലെങ്കിലും പറയുക. നിങ്ങൾ ഇതിൻ്റെ പേര് പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ ഓരോ വസ്തുവിനെയും, അതായത് ഇപ്പോൾ നിങ്ങൾ ഫാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാൻ എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ കൂടെ ഫാനിനെ ഒന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ ലീഫുകളുണ്ട്, അതിൻ്റെ മോട്ടറെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് തൊടാൻ കഴിയുന്ന, സ്പർശിക്കാൻ കഴിയുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സായിരിക്കാം, നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രമായിരിക്കാം, നിങ്ങൾ ഇരിക്കുന്ന ചെയറായിരിക്കാം, നിങ്ങളുടെ തലമുടിയായിരിക്കാം, ഓക്കെ, നിങ്ങളുടെ കാൽപാദം ചവിട്ടുന്ന ആ ഒരു ഫ്ലോർ, ആ ഒരു തറയായിരിക്കാം. നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ പറയുക. അതോടൊപ്പം നിങ്ങളതിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതിൻ്റെ ഒരു ടെക്സ്ചർ, ഇപ്പോൾ നിങ്ങളുടെ തലമുടിയിൽ തൊടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടെക്സ്ചർ എങ്ങനെയുണ്ട് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കുക. കസേരയിൽ തൊടുമ്പോൾ ആ കസേരയുടെ ടച്ചും അതിൻ്റെ ഒരു ഫീലിങ്ങും എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളിൽ ടച്ച് ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീടിനടുത്ത് എന്തെങ്കിലും മെഷീനറി വർക്ക്സ് ഉണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് ആയിരിക്കാം, പക്ഷികളുടെ ശബ്ദമായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ചിലപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴുകുന്ന സൗണ്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. 3 ശബ്ദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള 3 സൗണ്ടിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് 2 മണങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തൊരു കോഫി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കാം. നിങ്ങളുടെ സോപ്പിൻ്റെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ തലമുടിക്ക് ഷാമ്പൂ ഇട്ടതിൻ്റെ മണം കാണും. അങ്ങനെ എന്തെങ്കിലും ഒരു 2 സ്മെല്ല് നിങ്ങൾ നന്നായിട്ടൊന്ന് സ്മെല്ല് ചെയ്യുക. ഇനി നിങ്ങളുടെ അടുത്തൊരു ബുക്കുണ്ട്. ആ ഒരു ബുക്ക് തുറന്ന് അതിൻ്റെ സ്മെല്ല് ആസ്വദിക്കാം. ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് രുചിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ടേസ്റ്റ് നിങ്ങളുടെ നാവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ടേസ്റ്റ് ആയിരിക്കാം, സോൾട്ടിൻ്റെ ടേസ്റ്റ് ആയിരിക്കാം, നിങ്ങൾ കോഫി കുടിക്കുകയാണെങ്കിൽ ആ ടേസ്റ്റ് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നതാണ് ഗ്രൗണ്ടിങ്. അതായത് നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നിങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്, ആ ഒരു തോട്ട് പാറ്റേൺ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആ ചിന്തകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പലയിടത്തേക്കും ചിതറിപ്പോയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കും. ഇതാണ് ഗ്രൗണ്ടിങ്ങിൻ്റെ പവർ. ഒരു കാര്യം ഓർക്കുക, എപ്പോഴൊക്കെ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ ചിന്തകളുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകരുത്, നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. അതിന് പകരം നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക, ബ്രീത്ത് ചെയ്യുക, 5, 4, 3, 2, 1 ടെക്നിക്ക് ചെയ്യുക. പലപ്പോഴും നമ്മൾക്ക് സമാധാനം കിട്ടുക നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിന് ശേഷമായിരിക്കില്ല. പലപ്പോഴും നമുക്ക് സമാധാനം നമ്മൾ തന്നെ തേടിപ്പിടിച്ച് കൊണ്ടുവരേണ്ടത് നമ്മളുടെ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം. എപ്പോഴും ഓർക്കുക, നമ്മളുടെ മനസ്സ് പല കഥകളും മെനയും. അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് എപ്പോഴും നമുക്കൊരു തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുക. നിങ്ങളുടെ മനസ്സിന് സമാധാനം തരുന്ന മൊമെൻറ്റ് എവിടെയാണോ അവിടെ ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റുമായി കാണാം. ബൈ.